പ്രതീക്ഷയേക്കാൾ ഉപരി നമ്മളിപ്പം അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പൊളിറ്റിക്കലി ഒരു വിജയം അല്ല ഇത്. ഒരു പീപ്പിൾസ് മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ വിജയം രാഷ്ട്രീയ വിജയവും തമ്മിൽ രണ്ടായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. പീപ്പിൾസ് മാൻഡേറ്റ് എതിരായിരുന്നു, അത് എല്ലാ സർക്കാരിനും എതിരായിട്ടുണ്ടാകും. കഴിഞ്ഞ 10 വർഷം ഞങ്ങളാണ് ഭരിച്ചത്. അതിനുശേഷം പീപ്പിൾ മാൻഡേറ്റ് എതിരായപ്പോഴത്തേക്കും നമ്മൾ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ തുടരും. അപ്പോൾ ഇതിനകത്ത് ഈ ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് പൊളിറ്റിക്കലാണ്, രണ്ടാമത്തത് എക്കണോമിക്കലാണ്, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവാണ്. ഈ 3 ചാലഞ്ചസിനെ ഇയാളെങ്ങനെ, അതായത് പുതിയ മുഖ്യമന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിരിക്കും ഇനി ഇതിൻ്റെ പോക്ക്. നമ്മളിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോഴേ നമ്മൾ വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ ആൻഡ് സേ ദാറ്റ് ദിസ് ഈസ് ഗുഡ് ഓർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജറി ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം. അങ്ങനെ ഒരു ഇമേജറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഇതിനകത്ത് കുടുങ്ങിപ്പോവും, കാര്യങ്ങളൊന്നും നടക്കാതെ വരും. എന്തായാലും ആദ്യമേ ചെയ്ത ഒരു കാര്യം അംഗീകരിക്കാവുന്നത്, ഈ 3000 രൂപ ആശാ വർക്കർമാർക്ക് 21,000 പറഞ്ഞിരുന്നെങ്കിലും 3000 എങ്കിലും കൊടുക്കാൻ ആദ്യത്തെ പ്രസ്താവന തന്നെ അതിനുണ്ടായത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ മെഡിക്കൽ കോളേജിൽ മരിച്ചുപോയ ഒരു ചവറയിൽ നിന്ന് മരിച്ചിട്ട് പോയ ഒരു വേണു എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാൻ, അതൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അടുത്ത ഒരു 50 വർഷത്തിന് ശേഷം കേരളം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത 50 വർഷത്തിനുള്ളിൽ കേരളം എങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന, നമ്മൾ ഈ ഹൈ സ്പീഡ് റെയിൽവേയെക്കുറിച്ച് പറയുന്നു, ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് പറയുന്നു, മറ്റ് പല സ്പീഡ് വേകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കേരളത്തിന് അത്തരം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള പാതകളുണ്ട്. അപ്പോൾ കേരളത്തിന് അത് വേണ്ടേ? കേരളത്തിന് ഇങ്ങനെ തന്നെ പോയാൽ മതി? ഇത് എന്താണ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക്, കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ്? ഇത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇത് റിയൽ എസ്റ്റേറ്റ് ലോബികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ബാംഗ്ലൂരുള്ളതും ആന്ധ്രാപ്രദേശിലുള്ള റിയൽ എസ്റ്റേറ്റ് ലോബികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതിനെതിരെ നിൽക്കുന്നതെന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചിട്ട് പ്രോഗ്രാമിനെ അവസാനിപ്പിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. ആ സമയം ആർജവത്തോടു കൂടി അതിനെ മുന്നിൽ നിന്ന് നടപ്പിലാക്കി കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചെയ്തിട്ടുള്ള ആരായിരുന്നു? കാര്യം എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തവണ ഇറങ്ങിപ്പോയ പിണറായി വിജയൻ നടത്തി കാണിച്ചത് എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ 4 വരി പാത എന്നുള്ളത് 6 വരി പാത എന്നുള്ളത് അതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നന്നായിട്ട് നടപ്പിലാക്കി, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കി, തീരദേശ ഹൈവേ ശരിയാക്കി, ചെല്ലാനം കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ്